തിരുവനന്തപുരത്ത് 8 പേർക്ക് കൂടി കോളറ ലക്ഷണം. നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസികളാണ് കോളറ ലക്ഷണങ്ങളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഇതോടെ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 21ആയി. ഇതുവരെ 3 പേർക്കാണ് തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചത്. കൂടുതൽ പേർക്ക് കോളറ ലക്ഷണങ്ങൾ പ്രകടമായതോടെ ജാഗ്രതയിലാണ് തലസ്ഥാനം. നെയ്യാറ്റിൻകരയിലെ ശ്രീകാരുണ്യ ഹോസ്റ്റലിലെ 8 അന്തേവാസികൾ കൂടി കോളറ ലക്ഷണങ്ങളുമായി ചികിത്സ തേടി. ഇതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോളറ ലക്ഷണങ്ങളുമായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 21ആയി. തിരുവനന്തപുരത്ത് ഇതുവരെ 3 പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചത്. ശ്രീകാരുണ്യ ഹോസ്റ്റലിലെ 26-കാരന്റെ മരണകാരണം കോളറയാണെന്ന് സംശയിക്കുന്നുണ്ട്. അതേസമയം കോളറ ബാക്ടീരിയയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹോസ്റ്റലിലെ കുടിവെള്ളവും ഭക്ഷണവും ആരോഗ്യ വിഭാഗം പരിശോധിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഹോസ്റ്റലിന്റെ പരിസര പ്രദേശങ്ങളിൽ ബോധവൽക്കരണവും ക്ലോറിനേഷനും നടത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.